അനിൽ ആന്റണിക്ക് പിന്നാലെ പത്മജ വേണുഗോപാലും ബിജെപിയിലേക്ക്. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് ലീഡറുമായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബിജെപിയിൽ ചേരും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. പത്മജയ്ക്ക് പിന്നാലെ ബിജെപിയിലേക്ക് ഇനിയും എത്ര പേർ എന്ന ചോദ്യവും ഉയരുന്നു. ഡൽഹിയിലെത്തിയ പത്മജ ബിജെപി ദേശീയ നേതാക്കളുമായി ചർച്ചയിലാണ്. തുടർച്ചയായി കോൺഗ്രസ് പാർട്ടി നേതൃത്വം തന്നെ അവഗണിച്ചതാണ് തന്റെ ഈ തീരുമാനത്തിന് പിന്നിലെന്ന് പത്മജ പറയുന്നു. അടുത്ത സുഹൃത്തുക്കളെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിൽ പത്മജ കയറുന്നത് ജില്ലാ നേതാക്കൾ തടഞ്ഞിരുന്നു. ഇതോടെയാണ് പത്മജയുടെ മനസ്സിൽ അവഗണനയുടെ പ്രശ്നം തുടങ്ങിയത്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തൃശൂർ മണ്ഡലത്തിൽ പത്മജ മത്സരിച്ചുവെങ്കിലും വിജയിച്ചില്ല. കെ കരുണാകരന്റെ സ്മാരകം നിർമ്മിക്കുന്നത് കോൺഗ്രസ് നീട്ടിക്കൊണ്ടുപോയതും പത്മജയുടെ തീരുമാനത്തെ സ്വാധീനിച്ചതായാണ് സൂചന. എന്നാൽ പത്മജ ബിജെപിയിൽ ചേരുമെന്ന് നേരത്തെ പ്രചാരണങ്ങൾ ഉണ്ടായി എങ്കിലും അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് പത്മജ തന്നെ രംഗത്ത് വന്നിരുന്നു. അതേസമയം പാർട്ടി വിടുന്നത് സംബന്ധിച്ച ഒരു സൂചനയും പത്മജ തനിക്ക് നൽകിയിട്ടില്ല എന്നും കഴിഞ്ഞ ദിവസം രാവിലെ ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ വന്നപ്പോൾ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും കിട്ടിയില്ല എന്നും സഹോദരൻ കൂടിയായ കെ മുരളീധരൻ MP പറയുന്നു. കഴിഞ്ഞ ദിവസം മുതൽ പത്മജ തന്റെ ഫോണിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്നും അവർ പോയാൽ കോൺഗ്രസിനൊരു ക്ഷീണവും ഉണ്ടാകില്ല എന്നും മുരളീധരന്റെ പ്രതികരണം. കെ കരുണാകരന്റെ കുടുംബവുമായി ഏറെക്കാലം കൊണ്ട് തന്നെ അടുപ്പമുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപി. നടന്മാരിൽ കരുണാകരനുമായി ഏറെ വ്യക്തിബന്ധമുണ്ടായിരുന്ന വ്യക്തിയുമാണ് സുരേഷ് ഗോപി. മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും കരുണാകരന്റെ കുടുംബവുമായുള്ള സുരേഷ് ഗോപിയുടെ അടുപ്പം കേരളം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പത്മജയുമായും സുരേഷ് ഗോപിക്ക് അടുത്ത സൗഹൃദമാണ്. ഇതെല്ലാമാണോ പത്മജയുടെ ബിജെപിയിലുള്ള വരവിന്റെ കാരണങ്ങൾ എന്ന ചർച്ചയും നടക്കുന്നു. അതീവ രഹസ്യമായാണ് പത്മജയെ ബിജെപിയിൽ എത്തിക്കാനുള്ള കരുനീക്കം നടത്തിയത് എന്നാണ് സൂചനകൾ. കോൺഗ്രസുകാർ ആരും അറിയാതിരിക്കാൻ പ്രത്യേക കരുതലും എടുത്തു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ് പത്മജ. ഈ അടുത്ത കാലത്താണ് ഈ പദവി ലഭിച്ചത്. എങ്കിലും പാർട്ടിയിൽ വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല. പത്മജ വേണുഗോപാൽ ബിജെപിയിൽ ചേരുമെന്ന അഭ്യൂഹം കഴിഞ്ഞ ദിവസം ഉച്ച മുതലാണ് ചർച്ചകളിൽ എത്തിയത്. ബുധനാഴ്ച രാവിലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ വാർത്ത നിഷേധിക്കുകയും പ്രചാരണത്തിൽ കഴമ്പില്ലെന്ന് വിശദീകരിക്കുകയും ചെയ്ത പത്മജ പിന്നീട് ദില്ലിയിൽ എത്തിയതോടെയാണ് അഭ്യൂഹം ശക്തമായത്. വ്യാഴാഴ്ച ഇവർ ബിജെപിയിൽ അംഗത്വം സ്വീകരിക്കും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പഴയ പോസ്റ്റ് ഇതോടെ പത്മജ പിൻവലിക്കുകയും ചെയ്തു. ഇതോടെ ബിജെപിയിൽ എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പാവുകയായിരുന്നു. ഞാൻ ബിജെപിയിൽ പോകുന്നു എന്നൊരു വാർത്ത ഏതോ മാധ്യമത്തിൽ വന്നു എന്ന് കേട്ടിരുന്നു. എവിടെ നിന്നാണ് ഇത് വന്നത് എന്ന് എനിക്കറിയില്ല. എന്നോട് ഒരു ചാനൽ ചോദിച്ചപ്പോൾ ഈ വാർത്ത ഞാൻ നിഷേധിച്ചതാണ്. ഇപ്പോഴും ഞാനത് ശക്തമായി നിഷേധിക്കുന്നു. അവർ എന്നോട് ചോദിച്ചു ഭാവിയിൽ പോകുമോ എന്ന്. ഞാൻ പറഞ്ഞു ഇന്നത്തെ കാര്യമല്ലേ പറയാൻ പറ്റൂ, നാളത്തെ കാര്യം എനിക്ക് എങ്ങനെ പറയാൻ പറ്റും എന്ന് തമാശയായി പറഞ്ഞു. ഇത് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല എന്നായിരുന്നു പത്മജയുടെ പിൻവലിക്കപ്പെട്ട പോസ്റ്റ്. പത്മജ പിന്നീട് പരസ്യ പ്രതികരണം നടത്തിയില്ല. എന്നാൽ ബിജെപി ദേശീയ നേതൃത്വവുമായി പത്മജ ചർച്ച ചെയ്തു എന്നും എല്ലാം തീരുമാനമായെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ തോറ്റ പത്മജ പാർട്ടി നേതൃത്വവുമായി അടുപ്പത്തിലായിരുന്നില്ല. പത്മജ വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് ബയോയിലും ചേഞ്ച് വന്നിട്ടുണ്ട്. ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ഫ്രം കേരള എന്നാണ് പത്മജ ഫേസ്ബുക്ക് ബയോ മാറ്റിയിരിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി 2004 മുകുന്ദപുരത്ത് നിന്നും ലോക്സഭയിലേക്കും തൃശൂർ നിന്ന് 2021 നിയമസഭയിലേക്കും മത്സരിച്ച് പത്മജ വേണുഗോപാൽ പരാജയപ്പെട്ടിരുന്നു. AK ആന്റണിയുടെ മകനായ അനിൽ ആന്റണിക്ക് പിന്നാലെ കെ കരുണാകരന്റെ മകളും ബിജെപിയിലേക്ക് പോകുന്നതിന്റെ ക്ഷീണം കോൺഗ്രസിനുണ്ടാകും എന്ന കാര്യത്തിൽ 2 പക്ഷമില്ല. തൃശൂരിലെ ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഇടപെടലാണ് പത്മജയെ ബിജെപിയുമായി അടുപ്പിച്ചത് എന്നതാണ് ഏറെ കേൾക്കുന്ന സൂചന. തൃശൂരിൽ ബിജെപിക്കായി പത്മജ പ്രചാരണത്തിൽ ഇതോടെ നിറയുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായി തൃശൂരിൽ മത്സരിച്ചത് പത്മജയാണ്. സുരേഷ് ഗോപിയായിരുന്നു അപ്പോൾ ബിജെപി സ്ഥാനാർത്ഥി. അന്ന് തൃശൂരിൽ ജയിച്ചത് CPI. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.